ഓഫീസിൽ പോവാൻ റെഡിയാവാണോ? അല്ല, 16 അടിയന്തരത്തിന്. നീ പോയേ, അല്ലേലേ ഇവിടെ മനുഷ്യന് വാല് തീ പിടിച്ച് നിൽക്കുക. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ചേട്ടന് വാലുണ്ടെന്ന്. വേണ്ട, രാവിലെ തന്നെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓഫീസിൽ പോവാൻ ലേറ്റ് ആയെങ്കിൽ വെറുതെ തേച്ച് സമയം കളയണ്ട. ദാ ഇന്ന് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പോയാ മതി. ഇതെന്താണ്? ഇത് എന്റെ വക ഒരു സമ്മാനം. എന്റെ പേഴ്സിൽ നിന്ന് പൈസ ഇസ്റ്റിയായിരിക്കും നീ വാങ്ങിച്ചത്. എങ്കിലും നീ ഇത് വാങ്ങിച്ചല്ലേ, അതാണ് സഹോദര സ്നേഹം. അയ്യേ, ഇതെന്തോന്നു? ഇതാണ് ബർമുഡ. ആ, നന്നായിരിക്കുന്നു. ചേട്ടന് വേണ്ടി രാധു പ്രത്യേകം കൊടുത്തുവിട്ട സമ്മാനാണിത്. ഇനി ഇത് ഇട്ടോണ്ടേ ഓഫീസിൽ പോകാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഒരു ബർമുഡ. ഞാനിവിടെ മര്യാദക്ക് ജീവിക്കുന്നവർക്ക് തീരെ പിടിക്കുന്നില്ലല്ലേ? അവളുടെ സ്വഭാവം ഈ ഒരു ഒറ്റ ബർമുഡ കൊണ്ട് മനസ്സിലാക്കാം. ഇതവളുടെ തന്തയ്ക്ക് കൊണ്ട് കൊടുത്തേരെ. നമ്മുടെ അമ്പല കമ്മിറ്റിക്കാരല്ലേ വരുന്നത്? വണ്ടി നിർത്തറ. നമസ്കാരം. നമസ്കാരം. എന്താ എല്ലാരും കൂടി? മാധവേട്ടനെ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നു. അത് ശരി. എന്താ കൊച്ചുകൃഷ്ണ, സുഖമല്ലേ? ഇവനേതാ? നമ്മുടെ കോലാരത്തെ മേനോന്റെ മകൻ. അങ്ങനെ വരട്ടെ. കൊച്ചിലെ മേനോനെ കണ്ടാൽ ഇവന്റെ മുഖച്ഛായ തന്നെ. കുറച്ച് പൊക്കക്കുറവുണ്ടായി. പിന്നെ എന്താ വിശേഷിച്ച്? ഉത്സവമൊക്കെ അടുത്തല്ലോ, അതിന്റെ പ്രവർത്തനമായി പൂർവാധികം ഗംഭീരമാക്കണമെന്നാ തീരുമാനം. വളരെ നല്ല കാര്യം. പണം പിരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും മുൻപന്തിയിലുണ്ടാവണം. പിരിവിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയത്. ഉത്സവത്തിന് മുമ്പ് കമ്മിറ്റി ഒന്ന് പുതുക്കണം. പുതിയ പ്രസിഡന്റിന് വേണ്ടി ഞങ്ങൾ നാട്ടിലൊരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയപ്പോ ഏതാണ്ടെന്നല്ല എല്ലാവരും മാധവേട്ടന്റെ പേര് തന്നെ പറഞ്ഞത്. അത് വേണം, എന്നെ ഒഴിവാക്കി. നാട്ടുകാരുടെ അഭിപ്രായം തള്ളിക്കളയരുത്, അതവരെ വേദനിപ്പിക്കും. എഞ്ചിനീയർ സാർ വരുന്നുണ്ടല്ലോ. നന്ദുവോ? വാമോനെ, ഞങ്ങൾക്ക് വേണ്ടി അമ്മാവനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. നന്ദുഗോപാൽ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല. തറവാടിനൊരു മുതൽക്കൂട്ട താങ്കളുടെ മരുമകൻ, മിടുക്കൻ, സത്യസന്ധൻ, നമ്മുടെ നാട്ടിൽ തന്നെ ജോയിൻ ചെയ്തത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. ഒരു കാര്യം പറയാം. എന്താ തന്റെ തറവാട്ടിൽ കയറി ഞാൻ മുതൽക്കൂട്ടാൻ വന്നു? തറവാട്ടിലൊരു മുതൽക്കൂട്ടാണ് പോലും. തന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സത്യഹന്തനാണ് പോലും. എന്താ അല്ലേ? അല്ല, ഞാൻ റൗഡിയാണ്, റൗഡി. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്താ ഇന്ന് മുതൽ അറിഞ്ഞു? ചേട്ടാ, നല്ലത് പറഞ്ഞാലും പ്രശ്നമാണോ? വരുന്ന വഴിക്ക് നിന്റെ മോനെ കണ്ടിരുന്നു. കുറച്ചു ദിവസം ലീവ് എടുക്കാന്ന് ചോദിച്ചപ്പം ബുദ്ധിമുട്ടാത്രേ. ജോലിയോടുള്ള ആത്മാർത്ഥതേ. പിന്നെ വരുന്ന വഴിക്ക് നാട്ടുകാരൊക്കെ പരിചയം പുതുക്കാൻ തുടങ്ങിയപ്പോ അമ്പല കമ്മിറ്റിക്കാർ. ഞാൻ സെക്രട്ടറി ആകണം, ഖജാൻജി ആകണം, പ്രസിഡന്റ് ആകണം. എന്റെ അമ്മോ, ഇനി തിരിച്ചു പോണില്ലെന്ന് എത്ര വേഗം നാട്ടിൽ പാട്ടായത്. അതിന് ഇത്ര സമയം വേണോ? അത് ശരി, പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഇയാളൊരു വിവരങ്ങൾ എത്തിച്ചോളൂ. എന്താ കുടിക്കാൻ? കുറെ കഴിയട്ടെ ഭാഗി. ഞാൻ നമ്മുടെ കുട്ടികളുടെ കല്യാണക്കാര്യത്തെ പറ്റി ഒന്ന് ആലോചിക്കാൻ വേണ്ടി വന്നതാ. എല്ലാം അത് വീതിക്കാൻ നടക്കട്ടെ, വേറൊന്നില്ലല്ലോ. അതെന്താ ഇത്ര ആലോചിക്കാൻ? അതല്ല, കല്യാണത്തിന്റെ തീയതി കുറച്ച് നേരത്തെ തീരുമാനിക്കണം. എന്റെ സിംഗപ്പൂരിലെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കണ്ടേ? അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കണ്ടേ? അവർക്ക് നമ്മുടെ നാട് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ഏട്ടന്റെ സൗകര്യത്തിന് തീയതി കുറിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഏട്ടനോട് തന്നെയല്ലേ? അതെ, നീ നന്ദനോടൊന്ന് ആലോചിക്കും. ഓ, അവൻ എന്ത് പറയാൻ? ഏട്ടൻ എന്താ പറയുന്നത് വെച്ചാൽ അത് തന്നെ. അല്ല, അതെനിക്കറിയാം, എന്നാലും ചോദിച്ചില്ലെന്ന് വേണ്ട. ഏട്ടൻ ഗോപാലൻ നായർ അയച്ച് തീയതി കുറിച്ചോളൂ, ഞാൻ കാപ്പി എടുക്കാം. ഭാഗ്യയുടെ കയ്യിൽ നിന്ന് ഒരു നല്ല കാപ്പി കുടിക്കാം. വേണോടോ? എനിക്ക് ഈ ചായയും കാപ്പിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു സാർ. എനിക്ക് വേണ്ട. കണ്ട് ലൈസൻസ് മേടിച്ചെടുക്കാൻ പെട്ട പാട്. ഇതൊന്നും വേണ്ട. ഇതാര് ഗോവിന്ദൻ കുട്ടിയോ? അല്ല, ആളെ പിടികൊടുക്കുന്നില്ല ആശാനെ. നമ്മളെങ്ങ് മറന്നോ? മറക്കേ, എന്ത് ചെയ്യാനാ കുട്ടി? ഈ ഗ്രാമത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ ഇതൊക്കെ തീർത്തു കൊടുക്കാൻ ഈ ലോകത്ത് ഒരേ ഒരു വേണുജി മാത്രം. അതുപോലെയാണ് എന്റെ കാര്യം. ഓരോ തവണ സ്മോൾ അടിക്കുമ്പോഴും ശരിയാക്കി തരാം എന്ന് പറയും. ശരിയാക്കി തരാം. നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ നന്ദു? പിന്നെ എന്താ അത്ര ബുദ്ധിമുട്ട്? ഈ നാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ആളാ നന്ദു. അപ്പൊ പിന്നെ വേറൊരാളുടെ പ്രശ്നം പറയാൻ അവന്റെ അടുത്ത് ഇങ്ങനെ ചെല്ലാൻ പറ്റും? കുറച്ച് ദിവസം കഴിയട്ടെ. അയ്യോ, അത് മാത്രം പറയരുത്. അല്ല, അയാൾക്കെന്താ എത്ര പ്രശ്നം? വീട്ടുകാരവന് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. നന്ദുന് അത് തീരെ ഇഷ്ടമല്ല. എന്താ, വികലാംഗ മറ്റാണോ? നല്ല മണി പോലത്തെ പെൺകുട്ടി. തലയ്ക്ക് വല്ല അസുഖമോ മറ്റോ? തലയ്ക്കസുഖോ? എങ്കിൽ പിന്നെ അനാഥ മന്ദിരത്തിനായിരിക്കും. അവന്റെ അമ്മാവന്റെ മകള് തന്നെയാ. സിംഗപ്പൂരിൽ നിന്ന് ആവശ്യത്തിലേറെ പണം സമ്പാദിച്ച് മടങ്ങി വരാൻ പോകുന്ന അവന്റെ അമ്മാവൻ.
അവിടെ തന്നെ പഠിച്ചു വളർന്ന ഏക മകൾ. അവളെ കല്യാണം കഴിച്ചാൽ എല്ലാ സ്വത്തും അവനുള്ളതാണ്. പറഞ്ഞിട്ടെന്താ യോഗം വേണ്ടേ? അയ്യോ കഷ്ടം തന്നെ. പറയാനുണ്ടോ? ആ കുട്ടിയെ വേണ്ടാന്ന് പറയുന്ന മഹാമണ്ഡനാ. നമ്മളാണെങ്കിൽ മുന്നിൽ വന്ന ഈ മഹാലക്ഷ്മിയെ തള്ളിക്കളയോ? കുട്ടിക്കൊന്ന് ട്രൈ ചെയ്തൂടെ? അതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ. തൽക്കാലാശം വണ്ടിയിലോട്ട് കയറ്. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അയ്യോ ഉടനെ കല്യാണം നടത്തണമെന്നാ ഏട്ടൻ പറഞ്ഞത്. അപ്പൊ എന്റെ അഭിപ്രായത്തിന് യാതൊരു വിലയില്ലേ? അമ്മയ്ക്ക് പറഞ്ഞുകൂടായിരുന്നോ പറ്റില്ലെന്ന്? നീ എന്താ ഈ പറയണേ? ഏട്ടനോട് എതിര് പറയേ? ഇന്നേ വരെ അമ്മയോടോ അമ്മാവനോടോ ഞാൻ എതിര് പറഞ്ഞിട്ടുണ്ടോ? മൂത്തവരെ ബഹുമാനിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എന്റെ ഈ സ്വഭാവം ചൂഷണം ചെയ്യാൻ ശ്രമിക്കാറ് നിങ്ങൾ. ഞാനത് സമ്മതിക്കില്ല. എന്റെ ഈശ്വര, നിനക്ക് എന്താ പറ്റിയേ? കൂടുതലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാ. ഏട്ടന്റെ ഇഷ്ടം ഈ തറവാട്ടിൽ നടക്കൂ. ആയിക്കോട്ടെ, പക്ഷെ ഇത് എന്റെ കല്യാണമാണ്. ഈ കാര്യത്തിൽ എന്റെ ഇഷ്ടമേ നടക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാധവൻ നായരങ്ങളല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? നമ്മുടെ നാട്ടിലൊരു പ്രോമിനന്റ് ഫിഗർ വന്നാൽ നമ്മളൊക്കെ അറിയാതിരിക്കാൻ പറ്റുമോ? അപ്പോ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ KG കുട്ടി. ഈ നാട്ടുകാരൻ തന്നെയാ. കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ഓഹോ, നാട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇപ്പോഴും ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാ, ദിവസം ഉണ്ടോ ഈ ജോഗിങ്? കഴിയുന്നതും ചെയ്യാറുണ്ട്. അങ്കിളിനെ പോലെ ഞാൻ ഹെൽത്ത് കോൺഷ്യസാ. ഞാൻ അങ്ങനെയാണെന്ന് എങ്ങനെ മനസ്സിലായി? ശരീരം കണ്ടാൽ അറിഞ്ഞൂടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. താങ്ക് യു. എന്താ പേര് പറഞ്ഞേ? കുട്ടി. സൗകര്യം കിട്ടുമ്പോ വീട്ടിലേക്ക് വരൂ. തീർച്ചയായിട്ടും വരും. അങ്ങേ പരിചയപ്പെടാൻ കഴിഞ്ഞ ഭാഗ്യല്ലേ? ശരി, അപ്പൊ നാളെയും കാണാം. ഓക്കെ എങ്കിൽ. ഓക്കെ, ശരി. ഈ അന്തസ്, അഭിമാനം, അതായത് ഡീസൻസി, MCB, അനീതി എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് അറിയോ കുട്ടിക്ക്? അതൊരു തരം വാശിയാണ്. ചലഞ്ച് കേട്ടിട്ടില്ലേ? റോയൽ ചലഞ്ച് എന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. ഇങ്ങനെ പല പല ബുദ്ധിപരവും ആശയപരവുമായ കാര്യങ്ങൾ ഒരു 4 അടിച്ചാലി വേണുജിക്ക് വരും. അതൊക്കെ ഒട്ടും താമസിയാതെ ഈ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുമെന്ന് ഈ വേണുജി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതാണ് ഈ വേണുജിയുടെ പ്രസ്താവന. മനസ്സിലായോ? കുട്ടിക്കറിയോ ഞാൻ എന്തുകൊണ്ടാണ് ആ പെണ്ണിന്റെ കാര്യം കുട്ടിയോട് മാത്രം പറഞ്ഞതെന്ന്? Made for each other, made for each other, and made for each other. മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. നിനക്ക് വേണ്ടി അവളെയും അവർക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്സ് ഓഫ് ഇന്ത്യ. ഏതോ കുട്ടി, തനിക്ക് കേൾക്കണ പറഞ്ഞുതരാം. അവളെ പറ്റി പറയാനാണെങ്കിൽ യശസ്വരീനായ കുമാരനാശാൻ ഹൃദയം നൊന്തു വർണ്ണിച്ചു. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണെ, ഒറ്റ മുണ്ട്, നോട്ട് എ ഡബിൾ. അടിവയറിൽ കമ്മലിട്ട പെണ്ണെ. അടിവയറിലോ? അടിവയറല്ല കുട്ടി, അണിവൈര കമ്മലിട്ട പെണ്ണെ. ഇതുപോലെ കുട്ടി കവിത എഴുതണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. നീ ഇവിടെ ഇരിക്കാണോ? ഇങ്ങോട്ട് വന്നേ ഒരു മിനിറ്റ്. അല്ല കുട്ടി, അതൊക്കെ പിന്നെ പറയാം. ഇങ്ങോട്ട് വന്നേ. നടക്കണം. തള്ളല്ലേ? നീ എന്റെ കാര്യം വളരെ നിസ്സാരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ അമ്മയോട് വഴക്കിട്ടിട്ടാ വന്നിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നീ വിഷമിക്കാതിരി. ഞാൻ ഈ പ്രശ്നത്തിന് സീരിയസ് ആയി ഇടപെട്ട് കഴിഞ്ഞു. എന്നിട്ടാണോ ഇവിടെ വന്നിരുന്ന് വെള്ളം അടിക്കുന്നത്? എടാ, ഇതും അതിന്റെ ഒരു ഭാഗമാണ്. ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങളെല്ലാം ഞാൻ പറയും പോലെ. എന്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ആദ്യം വെള്ളമടി, പിന്നെ തല്ലി. വെള്ളമടി സക്സസ്, ഇനി തല്ലി. തല്ലോ? തല്ലി.